ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 56-ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ താരം അത് ഡഗ്ലസ് ലൂയിസ് ആണ്. ഈ ബ്രസീലിയൻ താരം ആസ്റ്റൺ വില്ലയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിലാണ് അവർ താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. യുവൻറ്റസിൻ്റെ താരമായിരുന്നു ഇദ്ദേഹം. ലൂയിസിനെ സ്ഥിരപ്പെടുത്താനുള്ള ഓപ്ഷനും ഇപ്പോൾ ഈ ക്ലബിന് ലഭ്യമാണ്. രണ്ടാമത്തെ താരം അത് റയാനാണ്. ബ്രസീലിയൻ ക്ലബ്ബായ വാസ്കോക്ക് വേണ്ടി കളിച്ചിരുന്ന യുവ സൂപ്പർ താരമാണ് റയാൻ. അദ്ദേഹത്തെ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്ത് ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 100 മില്യൺ യൂറോയുടെ ഒരു റിലീസ് ക്ലോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഈ ക്ലബ്ബ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് റയാനെ ഇനി സ്വന്തമാക്കുക എന്നുള്ളത് മറ്റു ക്ലബ്ബുകൾക്ക് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. മൂന്നാമത്തെ താരം അത് എൻസോ ആൽവസ് ആണ്. അതായത് ബ്രസീലിയൻ ലെജൻഡായ മാഴ്സലോയുടെ മകനായ ഇദ്ദേഹം തൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് ടീമിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. വലിയ ഭാവിയാണ് എൻസോക്ക് ഇപ്പോൾ റയൽ മാഡ്രിഡ് കൽപ്പിക്കുന്നത്. 4 ഫിർമിൻ ലോപ്പസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 2031 വരെയുള്ള പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. താരത്തിൻ്റെ സാലറി ക്ലബ്ബ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 5 ഒനാനയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പറായ ഇദ്ദേഹം തൻ്റെ പഴയ ക്ലബ്ബായ ഇന്റർ മിലാനിലേക്ക് തന്നെ മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബ്ബുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആറാമത്തെ താരം അത് അഡമ ട്രയോറയാണ്. നിലവിൽ ഫുൾഹാമിൻ്റെ താരമാണ് ഇദ്ദേഹം. എന്നാൽ താരം വെസ്റ്റ് ഹാം യുണൈറ്റഡിലേക്ക് ഇപ്പോൾ പോവുകയാണ്. മെഡിക്കൽ പൂർത്തിയാക്കുകയാണ്. ഈ സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കരാറായിരിക്കും ട്രയോറയ്ക്ക് ലഭിക്കുക. 7 മൈക്കൽ കാരിക്ക്. ഈ പരിശീലകന്റെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ സീസൺ മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്ഥിര പരിശീലകനാക്കാനാണ് ക്ലബിൻ്റെ തീരുമാനം. മറ്റു പരിശീലകരുമായി ഇതുവരെ യുണൈറ്റഡ് കോൺടാക്റ്റുകൾ ഒന്നും നടത്തിയിട്ടില്ല. ഈ സീസണിന് ശേഷം മാത്രമായിരിക്കും കാരിക്കിൻ്റെ കാര്യത്തിൽ അവർ ഒരു അന്തിമ തീരുമാനം എടുക്കുക. 8 കെനാൻ യിൽദിസ്. ഫുട്ബോൾ ലോകത്തെ പല വമ്പൻ ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ടായിരുന്ന താരമാണ് യിൽദിസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് യുവൻറ്റസ് പുതുക്കുകയാണ്. 2031 വരെയുള്ള ഒരു പുതിയ കരാറിലാണ് യിൽദിസ് ഇപ്പോൾ ഒപ്പുവെക്കുന്നത്. 9 ബ്രൂണോ ഫെർണാണ്ടസ്. ഈ താരത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. 2027 വരെയാണ് അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത്. ഈ സീസൺ അവസാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം യുണൈറ്റഡിൽ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഇനി 10ാമത്തെ താരം ഓസ്കാർ ബോബാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരമായ ബോബിനെ സ്വന്തമാക്കാൻ ഫുൾഹാം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അവർ ഒരു ബിഡ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ സിറ്റി അത് നിരസിച്ചു. ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. താരത്തെ സ്ഥിരമായി കൊണ്ടുവരാനാണ് ഫുൾഹാം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 11ാമത്തെ താരം അത് ഹാരി വിൽസൺ ആണ്. നിലവിൽ ഫുൾഹാമിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഹാരി വിൽസൺ. വരുന്ന സമ്മറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഫ്രീ ഏജന്റ് ആവാൻ പോകുന്ന ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എവേർട്ടൺ, ബ്രെൻഫോർഡ്, ആസ്റ്റൺ വില്ല, ലീഡ്സ് യുണൈറ്റഡ്, ക്രിസ്റ്റൽ പാലസ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നിവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 12 മാർക്കസ് റാഷ്ഫോർഡ്. ഈ താരത്തെ സ്ഥിരമായി കൊണ്ട് നിലനിർത്താനാണ് FC ബാഴ്സലോണ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ അവർക്ക് വെല്ലുവിളിയായിക്കൊണ്ട് PSG ഉണ്ട്. അതായത് PSG-ക്കും റാഷ്ഫോർഡിൽ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, വരുന്ന സമ്മറിൽ റാഷ്ഫോർഡിന് വേണ്ടി PSG ശ്രമിച്ചേക്കും. 13 ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്. റയലിനകത്ത് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സാഹചര്യം നിരീക്ഷിക്കുന്ന ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ട്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ട്രെൻഡിൽ താല്പര്യമുണ്ട് എന്നാണ് റൂമറുകൾ. ഇദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സിറ്റി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചേക്കും. 14 മോർഗൻ റോജേഴ്സ് ആണ്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിക്കുന്ന ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ചെൽസിക്ക് താല്പര്യമുണ്ട്. കോൾ പാൽമറുടെ അടുത്ത സുഹൃത്താണ് മോർഗൻ റോജേഴ്സ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള താരങ്ങളാണ് പാൽമറും അതുപോലെ തന്നെ മോർഗനും. 15 ഹാരി കെയ്ൻ. ഈ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഹാരി കെയ്ൻ ബയേണിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 1-2 വർഷത്തേക്ക് കൂടി പുതുക്കാനാണ് ഈ ജർമ്മൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. 16 യൂരി ആൽബർട്ടോ. ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ സ്ട്രൈക്കറാണ് യൂരി ആൽബർട്ടോ. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ലാലിഗ ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.
സ്ഥിരമായി കൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് ഈ സ്പാനിഷ് ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 17 വെസ്ലിയാണ്. അൽ നസറിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ യുവതാരമാണ് വെസ്ലി. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അൽ നസറിന്റെ പരിശീലകനായ ജോർഹെ ജീസസിന്റെ പ്ലാനുകളിൽ ഇടമില്ല. പല ക്ലബ്ബുകളും താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ എവേർട്ടണുമായുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 18 ഇഗോർ ജീസസ് ആണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ റഡാറിൽ ഇഗോർ ജീസസ് ഇപ്പോൾ ഉണ്ട്. അതായത് സൊർലോത്ത് ക്ലബ്ബ് വിടുകയാണെങ്കിൽ ഈ ബ്രസീലിയൻ താരത്തെ പരിഗണിക്കാനാണ് അത്ലറ്റിക്കോ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 19 ലിയോൺ ഗോറഡ്സ്ക. ബയേൺ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമുണ്ട്. താരത്തിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. 20 മില്യൺ യൂറോയാണ് ഇപ്പോൾ ക്ലബ്ബ് താരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. 20ാമത്തെ താരം അത് ഏർലിംഗ് ഹാലൻഡാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഏർലിംഗ് ഹാലൻഡ് എന്നെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണെങ്കിൽ അത് ഒരേയൊരു ക്ലബിന് വേണ്ടി മാത്രമായിരിക്കും. റയൽ മാഡ്രിഡിലേക്ക് പോകാൻ വേണ്ടിയായിരിക്കും ഹാലൻഡ് സിറ്റി വിടുക. അതായത് മറ്റു ക്ലബ്ബുകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇപ്പോൾ ലക്ഷ്യമായിക്കൊണ്ട് ഇല്ല. ഹാലൻഡ് പോവുകയാണെങ്കിൽ അത് റയലിലേക്കായിരിക്കും. അദ്ദേഹത്തെ കൊണ്ടുവരാൻ റയലിനും താല്പര്യമുണ്ട് എന്ന റൂമറുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. ഇത്രയും അപ്ഡേറ്റുകളാണ്, അഥവാ 20 അപ്ഡേറ്റുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.